ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. നമ്മൾ മലയാളികളെല്ലാം വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ദിവസങ്ങളാണല്ലോ അല്ലേ ഇനി വരാനിരിക്കുന്നത്. മിക്കവാറും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഓണാഘോഷത്തിൻ്റെ പ്രിപ്പറേഷൻസും ഐഡിയാസും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കാം. അതായത് ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ക്ലീനിങ്, കുറച്ച് ഹോം ഡെക്കറേഷൻ, പിന്നെ ഫുഡ് പ്രിപ്പറേഷൻ. ഈ 3 കാര്യങ്ങളെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് നമ്മളിവിടെ 8-നാണ് നമ്മുടെ വീട്ടിലെ ഓണം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഗസ്റ്റൊക്കെ അന്ന് ദിവസമാണ് വരുന്നത്. അപ്പോൾ 8-ന് ഗസ്റ്റൊക്കെ വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 1, 2, 3 ഡേറ്റുകളിൽ ഞാൻ മെയിനായിട്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ 4th, 5th ഫുഡ് പ്രിപ്പറേഷൻ, അതായത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് 4th, 5th മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ 6th ഞാൻ പ്ലാനിങ് ഒന്നുമില്ല. ഇതിത്തെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വരുവാണെങ്കിൽ, മിക്കവാറും വരാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി 6th മാറ്റി വെച്ചു. പിന്നെ 7th കുറച്ച് ഡെക്കറേഷൻസ്, കുറച്ച് ഹോം ഡെക്കറേഷൻസും കാര്യമൊക്കെ തലേ ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ 8ന് നമ്മുടെ ആഘോഷം. പിന്നെ 9th ജസ്റ്റ് ഒരു ഔട്ടിങ്ങും ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ക്ലീനിങ്ങിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അതായത് നമുക്ക് കിച്ചണിൽ ഓരോ കബോർഡുകളായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ഏരിയകളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഏരിയകളായിട്ട്, അതായത് നമ്മൾ എന്നും ക്ലീൻ ചെയ്ത് എത്താത്ത ഏരിയകളുണ്ടല്ലോ, അവിടേക്കാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ഫ്ലോറൊക്കെ നമ്മൾ മോപ്പ് ചെയ്യുക, അതൊക്കെ നമ്മൾ എന്നും ചെയ്യും. അപ്പം അല്ലാത്ത ഏരിയകൾ, മെയിനായിട്ട് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്, അങ്ങനത്തെ ഏരിയാസൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവിങ് റൂമിലാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അതൊന്നും ഇപ്പോൾ നമ്മൾ എന്നൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഏരിയകൾ, വിൻഡോസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ലിവിങ് റൂമിലും അതുപോലെ ബെഡ്റൂമിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമലുള്ള ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പാർട്ട് എന്ന് പറയുന്നത് ഹോം ഡെക്കറേഷൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൂക്കളം തന്നെയാണ്. പക്ഷെ അതല്ലാണ്ട് നമുക്ക് നമ്മുടെ അന്നേ ദിവസത്തേക്ക് ഗസ്റ്റൊക്കെ വരുന്ന ദിവസം നമുക്ക് ഏത് കുഷൻ കവറാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ചൂസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകൾ ചൂസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊക്കെ ഒന്ന് അയൺ ചെയ്തൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അന്നത്തെ ആ ദിവസത്തെ റഷൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം അയൺ ചെയ്ത് റെഡിയാക്കി വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാർപ്പറ്റ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം. പിന്നെ ഹോം ഡെക്കറേഷനിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് പ്ലാന്റിലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഗസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴുള്ള ഒരു ഇതിന്ന് കുറച്ചൊരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹോം ഡെക്കറേഷൻ. പിന്നെ ഒരു വലിയൊരു ചേഞ്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എവിടെ വെച്ചാൽ നമ്മുടെ എൻട്രി വേലാണ്. അതായത് എൻട്രി വേയിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ഓണം വൈബിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഹോം ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമ്മളൊരു ചെസ്റ്റ് ഡ്രോവറൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്രാസ് ഐറ്റംസും ബുദ്ധ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മുടെ എൻട്രി വേ ഒന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പൂവൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ, അതായത് സദ്യ.
അപ്പോൾ സദ്യ പ്രിപ്പറേഷൻസിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പേര് നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട് അന്നേ ദിവസം, അപ്പോൾ ഏതാണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ നമുക്ക് എത്ര പേരുണ്ടാവുമെന്നും സദ്യയുടെ ഐറ്റംസ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഐറ്റംസൊക്കെ റെഡിയാക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ നമ്മുടെ കിച്ചണിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാനുള്ള ലിസ്റ്റൊക്കെ അപ്പം തന്നെ റെഡിയാക്കി വെക്കും. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഐറ്റംസൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയും ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യയുടെ ടെൻഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ ഫുഡ് പ്രിപ്പറേഷൻ കാണിച്ചല്ലോ, അതിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശർക്കര ഉപ്പേരി, അതുപോലെ ചിപ്സ്, ഇഞ്ചിപ്പുളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ആ 4th 5th ഡേയ്സിൽ ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതൊന്നും തലേ ദിവസത്തേക്കൊന്നും മാറ്റി വയ്ക്കില്ല, അതെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ തലേ ദിവസം സദ്യയുടെ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണക്കോടിയാണല്ലോ അല്ലേ. മിക്കവരും ഓണക്കോടി പുതിയതായി എടുക്കുന്നുണ്ടാവും, കോടിയായിട്ട് എടുക്കുന്നവരുണ്ടാവും. ഇനി ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ അന്നത്തേക്ക് വേണ്ട എല്ലാവർക്കും ഉള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ അന്ന് വലിയ ടെൻഷനൊന്നും കൂടാതെ വലിയ റഷൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് ഓണം ആഘോഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത്തവണത്തെ ഓണം എല്ലാവരും നന്നായി ആഘോഷിക്കണം. അപ്പോൾ മൈ ഹോം മൈ ഹെവൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.